നമസ്കാരം. രാവിലെ എണ്ണയും തേച്ച് കുളിച്ച് പൗഡറും ഇട്ട് പൊട്ടും തൊട്ട് പുതിയ സാരിയും ചുറ്റി കുറ്റം പറയാൻ വേണ്ടി മൈക്കിന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുന്നതിൻ്റെ ഇടയിലേ പറയാൻ പോകുന്ന വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രീമതി ടീച്ചർ വിട്ടുപോയി, പതിവ് പോലെ. യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കാണ് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും നമ്മുടെ സഹോദരിമാർ യാത്ര ചെയ്യാറേയില്ല. ടീച്ചർ ഉറപ്പിച്ചു. പിന്നെ പഴയങ്ങാടിയിൽ നിന്ന് തലശ്ശേരിയിൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു സഹോദരി, എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. നിർബന്ധിച്ചാൽ ടീച്ചർ കണ്ണൂർ ജില്ലയിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടെ പറഞ്ഞു കളയും. ബാക്കി പറ ടീച്ചറെ. അങ്ങനെ പോകേണ്ടുന്ന സഹോദരി, അല്ലെങ്കിൽ കാസർഗോഡ് പോകേണ്ടുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തും. അതെ, 9 മണിക്ക് ഇറങ്ങിയാൽ 2 മണിക്കൂർ ദൂരം യാത്ര ചെയ്യണമെങ്കിൽ 11 മണിക്ക് എത്തൂ. അതിലാർക്കാ എത്താ സംശയം? കണക്ക് ശരിയാണല്ലോ ടീച്ചറെ. യഥാർത്ഥത്തിൽ 6 മണി മുതൽ 6 മണിയല്ല, അതിനേക്കാളും നേരത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അല്ല ടീച്ചറെ, നിങ്ങൾ ഈ 6 മണിയുടെയും 9 മണിയുടെയും 11 മണിയുടെ ഒക്കെ കണക്ക് പറയുന്നത് എന്തിനാ? വെളുപ്പിനെ 4 മണിക്കും 4:30ക്കും ഒക്കെ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അറിയാം. ടീച്ചറിന്റെ പ്രശ്നം ഇപ്പൊ എന്താ? 6 മണി മുതൽ 6 മണി വരെ എന്നെങ്കിലും പറഞ്ഞു വരുന്ന അബദ്ധം മനസ്സിലാകുന്നുണ്ട്. എന്നാലും പറഞ്ഞു മുഴുമിപ്പിച്ചോ. ഈ ജോലി ചെയ്യുന്ന സഹോദരിമാർ, യാത്ര ചെയ്യുന്ന സഹോദരിമാരുടെ ഒരു ആവശ്യവും അവരുടെ നെസസിറ്റി, അതൊരു വളരെ അത്യാവശ്യമാണ്. ആ നെസസിറ്റി വളരെ അത്യാവശ്യമാണ്. പോരട്ടെ ടീച്ചറെ. വിരുന്ന് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ കുറച്ച് പേരുണ്ടാവും. അവരൊക്കെ ഇപ്പം അടുത്ത കാലത്ത് ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാർ പിടിച്ചങ്ങ് പോകും. ചെറിയ കാർ പിടിച്ച് പോകാൻ വകയില്ലാത്ത പാവപ്പെട്ടവർക്കും വിരുന്നിനൊക്കെ പോകണ്ടേ ടീച്ചറെ? അതുകൊണ്ട് അതങ്ങ് വിട്. പറയാൻ വന്ന മെയിൻ അബദ്ധത്തിലേക്ക് വാ. ബസ്സിൽ പോകുന്നവര് മിക്കവാറും തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. ആണ്. ട്രെയിനിലൊക്കെ വെളുപ്പാങ്കാലത്ത് പോകുന്ന സ്ത്രീകളൊക്കെ വിരുന്നിന് പോകുന്നവരാ. അതും കൂടെ പറ ടീച്ചറെ. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന്റെ ടൈം മാറ്റണം. നശിപ്പിച്ച് കത്തിക്കയറി എങ്ങനെയൊക്കെ എന്തൊക്കെ ചരിത്രം പറഞ്ഞൊരു പരുവത്തിന് കൊണ്ടുവന്നതാ. ഇത്രയുള്ളു മനുഷ്യന്റെ നാക്കിന്റെ കാര്യം. സമയത്തിൽ മാറ്റം വരണം. ആരുടെ എന്തിന്റെ സമയത്തിലാ ടീച്ചറെ മാറ്റം വരുത്തേണ്ടത്? അതിന്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എങ്കിൽ നിലവിൽ സൗജന്യ യാത്രയ്ക്ക് സമയപരിധിയൊന്നുമില്ല. ടീച്ചർ ഇനി അത്യാവശ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ VD സതീശൻ 6 മണി മുതൽ 6 മണി വരെയൊക്കെ ആക്കി ചുരുക്കിയേക്കും. അബദ്ധത്തിലൊന്നും പറഞ്ഞു കളയല്ലേ ടീച്ചറെ. 9 മണി മുതൽ എന്ന് പറഞ്ഞു. 9 മണി മുതലെന്ന് ദേശാഭിമാനിയും കൈരളിയും പറഞ്ഞു. അത് മാത്രം വായിക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെയും കുഴപ്പമാണ് കേട്ടോ. ശ്രീമതി ടീച്ചർ സർക്കാരിൻ്റെ ജനകീയ പദ്ധതിയായ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി എന്ന സ്ത്രീകളുടെ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയ്ക്ക് സമയപരിധിയും ദൂരപരിധിയും ഒന്നും നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ മനുഷ്യർ വായിക്കുന്ന പത്രങ്ങളും എല്ലാം വായിക്കുക. അത് വായിച്ചിട്ട് എത്ര ദിവസമായി? അത് പറ. ഒന്നുമില്ലെങ്കിൽ ഒരു മുൻ മന്ത്രിയല്ലേ, വായ തുറക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇന്നലെ 9 മണി മുതൽ. എന്നാൽ അത് എനിക്ക് എന്താ ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. അപ്പൊ കൈരളി മാത്രം കേട്ടോണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. എന്നാലും കണ്ണൂരത്തെയും കാസർഗോഡത്തെയൊക്കെ കഥകൾ എന്തുമാത്രം പറഞ്ഞു ഒരു കണക്കിന് പിടിച്ചു കയറി വലിയ പത്രാസി വന്നതാ. തകർന്ന് തരിപ്പണം ആയില്ലേ. ഇനി എന്താ ശ്രീമതി ടീച്ചറെ പറയാനുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പൊ ചെല്ലുമല്ലേ? 6 മണി മുതൽ ടൈം ഇല്ല. ഏത് സമയത്ത് എപ്പോഴും കയറാം. അത് അങ്ങനെയാണെങ്കിൽ അത് സോറി ഒന്നും പറയണ്ട. അബദ്ധ ശിരോമണികൾക്ക് ഇത് സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമല്ലേ. ആ നിലയിൽ തന്നെ ഞങ്ങൾ അതിനെ അങ്ങ് കണ്ടോളാം. നിന്ന് വേർക്കണ്ട, ഓടിക്കോ. അതെനിക്ക് വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്നലെ മാത്രം 9 മണി മുതൽ. അത് അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അയ്യോ, വളരെ ഉപകാരം ടീച്ചർ സ്വാഗതം ചെയ്യാതിരുന്നത് കൊണ്ട് സർവീസ് തുടങ്ങാതിരിക്കുകയായിരുന്നു. സഹോദരിമാരോടുള്ള സ്നേഹമായിട്ട് ഇറങ്ങിയതാ. പെട്ടെന്ന് എവിടുന്ന് മുളച്ച് വന്ന് ടീച്ചറെ ഈ സഹോദരി സ്നേഹം? ആശാപ്രവർത്തകരും നേഴ്സുമാരും ഒക്കെ മഴയത്തും വെയിലത്തും കിടന്ന് സമരം ചെയ്തപ്പോൾ അവരെ ആരെയും സഹോദരിമാരായിട്ട് പരിഗണിച്ചില്ലായിരുന്നോ? ഒരു വാക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാത്ത ആളാണ് സഹോദരിമാരോടുള്ള സ്നേഹം പ്രസംഗിച്ചുകൊണ്ട് വിവരദോഷം എഴുന്നള്ളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഈ സർക്കാർ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ എണ്ണവും മൊത്തത്തിൽ കിളി പോയി നടക്കുക. പിന്നൊരു കാര്യമാണ്, ആധികാരികമായിട്ട് വിഡ്ഢിത്തം കേൾക്കണമെങ്കിൽ ഇവർ തന്നെ വായ തുറക്കണം. മാസ്റ്ററുടെ പാർട്ടി ക്ലാസും ദേശാഭിമാനിയും മാത്രമാണ് ആകെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് ഈ വെച്ച് കീച്ചുന്നത്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, മൂത്തതുങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാവുമ്പോൾ താഴെയുള്ളവരുടെയൊക്കെ വിവരത്തിൻ്റെ കാര്യം എത്ര ഭീകരമായിരിക്കും എന്നാ. ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ പാവപ്പെട്ട അടിമകളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ പറയുന്നതല്ലേ അവർക്കറിയൂ. ഏറുപടക്കം പൊട്ടിയ ശബ്ദം കേട്ടപ്പോൾ ബോംബ് പൊട്ടി കെട്ടിടം തകർന്നു എന്ന് പറഞ്ഞ ടീമാ. സൗജന്യയാത്രയുടെ കാര്യത്തിൽ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. എൻ്റെ ഒരു വിലയിരുത്തലിൽ കണ്ണൂരിലുള്ള നേതാക്കന്മാരാരും, ഈ നേതാക്കന്മാർ കണ്ണൂരിലുള്ളവരുണ്ടല്ലോ, അവർ മാത്രം വായ തുറക്കാതിരുന്നാൽ പാർട്ടിക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിഞ്ഞേക്കും. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ് എന്നൊന്ന് ഓർക്കണം. ഏതായാലും അവസാനം വരെ മിണ്ടാതെ നിന്ന മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. ചെമ്പട ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ വിവരം പുതിയ സാരി ഉടുത്തോണ്ട് വന്ന് നല്ലതുപോലെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം വരെ തള്ളാൻ നിങ്ങൾ ആ അവസരം കൊടുത്തല്ലോ, അതുകൊണ്ട് ആ ചമ്മലിൻ്റെ പവർ ഒന്ന് കൂടി. ഇനിയെങ്കിലും ടീച്ചറെ ക്യാപ്സ്യൂള് കൃത്യമായിട്ട് അണ്ണാക്കിൽ കിട്ടിയതിന് ശേഷം മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ വായ തുറക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്നും മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? അല്ലെങ്കിൽ നാട്ടുകാർക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടിയേനെ. അല്ല, നാട്ടുകാർക്ക് സമാധാനം കിട്ടുന്ന പരിപാടികളൊന്നും ചെയ്ത് വശമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സമയം നാട്ടുകാർ മാറ്റിയത്. അപ്പോൾ ഏതായാലും ചെന്നാട്ടെ, ദേശാഭിമാനി വായന തുടർന്നാട്ടെ.